ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെയർ കട്ട് വ്ളോഗാണ് കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ച അതിൻ്റെ മുടിയൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 40th മുടി മൊട്ട ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഷേപ്പാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ചെവിയിലൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ട് വളരെയല്ലേ ചെയ്യുള്ളൂ. വിചാരിച്ചു ചെയ്താലും ഒരു നല്ലൊരു പാർലറിൽ പോയിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അതിന് ബാക്കിലുണ്ട് ഞാനും കലിമയും ലുക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എവിടെയാണ് പോകുന്നതൊന്നും അറിയില്ല. കാരണം നമ്മൾ അതിൻ്റെ ക്വീൻസാണ് വിചാരിച്ചത് ഗ്ലോബലിൽ. അപ്പം കലിമ പറഞ്ഞത് 6 ആകുമ്പോഴത്തേക്ക് ക്ലോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെന്താ കലിമാന്റെ ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞോ. അതിനൊരു മാത്രം കാണിച്ചു. അതിനൊരു കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവള് കരയോ ഇല്ലയോ ഒന്നും അറിയൂല. നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പം എന്താന്ന് അറിയില്ല, എങ്ങനെയാണ് ഒന്നും അറിയൂല. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇവിടെയാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്പൺ ആണ്. അപ്പൊ കാർ എടുക്കുന്നതൊക്കെ നല്ലുണ്ടല്ലേ. കണ്ടോ, ഇവളെ ഹെയർ നല്ല വന്നിട്ടുണ്ട്. ഇവിടെയും പിന്നെ ബാക്കും എല്ലാം നമുക്കൊന്ന് ഷേപ്പാക്കണം കേട്ടോ. ഞാൻ റൗണ്ടിൽ അപ്പം ഗൈസ് അവർ 20 minutes വെയിറ്റാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എന്തായാലും നമ്മളിവിടെ 20 minutes വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ ഇനി. ഓക്കെ, ചേച്ചി കൂട്ടിട്ട് പോയിക്കോ. ആരെ കൂട്ടിട്ട് പോവേ? ഇന്ന് ചെടിന്റെ കുറച്ച് മേലെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാണൊരു ബ്യൂട്ടി പാർലറിലെല്ലാം വന്നിട്ടുണ്ടാ? എന്നാണ് ചിരിക്കുന്നവരുണ്ട്. എത്ര മാസമായിടാ? ആടെ തുടങ്ങും. കുളിക്കേണ്ട വെച്ചേ രാത്രി വിളിച്ചേ. ഇപ്പത്തെ ഇതില് കുളിക്കലൊന്നുമില്ല കേട്ടോ. പണ്ട് പോയി അങ്ങനെ മുറിച്ചിട്ട് അതാ ഷേപ്പ്ലെസ് ആയിക്കോട്ടെ. എന്നിട്ടാണ് ഇവർക്ക് ശരിക്കും റെഡ് വരാൻ തുടങ്ങി. ബേബി ഓയിലെല്ലാം ഉണ്ടാവില്ലേ, ബേബി ക്രീം നല്ലോണം ഇട്ട് കൊടുക്കണം. മോയ്സ്ചർ ഇല്ലായിട്ടാണ്, ഡ്രൈ ആയിട്ടാണ്.
അല്ല ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അവർക്ക് പിന്നെ ക്രീം ഇൻഫെക്ഷൻ എല്ലാം ആയി പോയിട്ട് ഇത് അത് വാങ്ങിട്ട് തേച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം തരും. അല്ലെങ്കിൽ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അത് തേച്ച് കൊടുത്താലും മതി. നല്ലതാ, തലക്കും എല്ലാം നല്ലതത്. ചെയ്യണ്ടേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ അല്ലേ മാമേ? തേങ്ങാപ്പാല് പറ്റാണ്ട് തേങ്ങാപ്പാല് പിഴിഞ്ഞിട്ട് അത് തേച്ച് കൊടുത്താൽ മതി. വീട്ടിൽ നിന്ന് മാക്സിമം നോക്കിനി ആകുമെന്ന്. പിന്നെ ട്രിമ്മർ വെച്ചാൽ മതിയായിരുന്നു. ചെവിങ്ങനെ ചോന്ന് വരാൻ തുടങ്ങി കുത്തുന്നായിട്ട്. ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് മേലെ വരുന്ന സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ കണ്ടാ. നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉറങ്ങാൻ പാട്ട് ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ അത്ര വലിയ ഇതായിട്ട് നിൽക്കില്ല. നിൽക്കണ്ടേ ഇല്ല, വേദന ആയാലും എനിക്ക് കുത്താൻ തുടങ്ങും. എങ്ങനെ മുടി കുത്തും, മുടി കുറിച്ചോണ്ട് അല്ലേ? ഇപ്പൊ പൊളിക്കണ്ടേ? പൊളിക്കണ്ട. ശരി, മനസ്സിലായി. മതിയാ? ഫ്രണ്ടിലെ കട്ട് ചെയ്യ്. ഇതാരാണ്? നമ്മള് നിങ്ങളെ കാണാൻ വരണ്ട, നിങ്ങള് നമ്മളെ കാണാൻ വന്നല്ലേ? ഞാൻ പോയി ചെയ്ത് ചെറിയ കുട്ടിയില്ലേ ചേച്ചി? ചെറിയ കുട്ടിയുണ്ട്. കഴിഞ്ഞടാ കഴിഞ്ഞടാ. അതിന് കുറച്ച് നേരം അവിടെ എടുത്തിട്ട് കേട്ടോ. കേട്ടോ കഴിഞ്ഞേ പിന്നില്ലേ ഇടക്കിടക്ക് എന്തെങ്കിലും ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ മുടി വന്നോളും. മുന്നോട്ട് ചെയ്യണ്ട, ഇവിടെ ചെയ്ത് കൊടുക്കട്ടെ. അതിന്റെ പതപ്പുണ്ട്. വെറുതെ നീ എന്തെങ്കിലും ഓയിൽ ഉണ്ടായിരുന്നു വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാല് നല്ലതാ. വെർജിൻ കോക്കനട്ട് ഓയിൽ അത് നീ ജസ്റ്റ് പച്ച തേങ്ങയെന്ന് എടുക്കുന്നതാ. നമ്മളെല്ലാം അതന്നെ ചെയ്യുന്നത്. പിന്നെ തേങ്ങാപ്പാല് പിഴിഞ്ഞിട്ട് അടുപ്പിലെടുത്ത് വെക്കുക. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഓയിലാവും. ചൂട് ആയിട്ട് അത് തേച്ച് കൊടുത്താലും മതി. ഇപ്പോഴേ നിങ്ങളൊന്നും തേപ്പിക്കാണ്ടെന്നാ പിന്നെ കുട്ടി ഇതാകുമ്പോ ഒന്നും ആവില്ല. കുറച്ച് വന്നാലും ഇത് തേപ്പിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ ശരിയായിക്കോളും. 6 മാസല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ കുറേശ്ശെ കൊടുക്കും. തട്ടിത്തരാം എഴുതി കൊട്ടുകൊണ്ടോ ഒന്നും ഇല്ലടാ, മേത്തൊന്നും ഇല്ല. എന്റെ കയ്യിലേ ഇത്ര വരെ കരുതിയിട്ടില്ലേ കേട്ടാ. ഒന്നും ഇല്ലാണ്ട് ചെലവിനികൾ വന്നു കഴിഞ്ഞാൽ അറിയാനായിട്ടില്ല ഇതെന്താ സംഭവം.
നല്ല പേടി ഉണ്ടായിനെ ഇപ്പൊ കൈനെ കൊണ്ടല്ലേ ഇനിയിപ്പോ ആയിട്ടില്ല, ഒരു 8 മാസം ആവുമ്പോ ആളെ മനസ്സിലാവാനാവുമ്പോ അത് വിടാണ്ട് ഇപ്പൊ കത്ര എന്താ സിസർ എന്താന്നൊന്നും അറിയില്ല. ഇപ്പൊ എല്ലാം ഒരുപോലെയല്ലേ തോന്നുന്നത്. അപ്പൊ നമ്മള് ഹെയറെല്ലാം കട്ട് ചെയ്തു കേട്ടോ. മാഷാഅല്ലാഹ് നല്ല മോളായിട്ട് ഇരുന്നേരും. ഇടങ്ങാറൊന്നും ചെയ്തിട്ടില്ല. അവളിങ്ങനെ നോക്കുന്നുണ്ടായിന്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പം ഗൈസ് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതിന് നല്ല മോളായിട്ടിരുന്നില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ റൗണ്ടിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അവര് തേങ്ങാപ്പാലിൽ അവര് മസാജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടക്ക്. അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അത് യൂസ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ബൈ ബൈ ബൈ.